ഹലോ ഗൈസ്, വെൽക്കം ടു മറ്റൊരു ഗെയിമിലേക്ക്. അപ്പം നമ്മൾ ഇന്നൊന്ന് പരിപാടി എന്ന് പറയാണ്ട് ഇവനെ കൊണ്ടുപോവുകയാണ്. സീബ്രയെ മറ്റൊരു സോയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആളിനെ നമ്മളെ കയറ്റി ട്രക്ക് നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് വിട്ടാലോ ഗൈസ്. ഈ ഗെയിമിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ. ആനിമലിനെ കൊണ്ടുവന്ന ഒരു ഗെയിം മാത്രമാണിത്. അപ്പോൾ നമുക്ക് കൊണ്ടുപോയാലോ. അളിയനെ നിൽക്കാൻ പറ്റത്തില്ല, കണ്ടോ? അളിയൻ ശരിഞ്ഞാണ് നിൽക്കുന്നത്. സീബ്ര നേരെ നിന്നൊന്നും പോകാനൊന്നും പറ്റത്തൊന്നുമില്ല, കാരണം വണ്ടി ചെറിയ ട്രക്കല്ലേ. അതാണ് ചെറിയൊരു പാട്ടൊക്കെ വെച്ചിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ പോവുകയാണ്. അയ്യോ പോടാ, ഓരോട്ടെടുക്കാം. നമ്മൾ ഓർത്തില്ല ഗൈസ് വണ്ടി കയറി വരും എന്ന്. നമ്മുടെ വണ്ടി തട്ടി ഗൈസ്, നമ്മുടെ വണ്ടി തട്ടി. അപ്പോൾ നമുക്ക് വിട്ടാലോ ഗൈസ്, പോകാം. നമുക്ക് നാട്ടെ ഈ റോഡിൽ കൂടെ പോകണം. പിന്നെ ഇവിടെ താമൊന്നും ചെയ്തിട്ടില്ല ഗൈസ്. ഇതെല്ലാം മൺവഴികളാണ്. കാരണം ഇവിടുത്തെ പ്രത്യേക റോഡാണ്. അടിയുടെ സ്ഥലമല്ല. കാരണം പശുവൊക്കെ നിന്ന് പുല്ല് തിന്നുന്ന കണ്ടോ ഗൈസ് നിങ്ങളൊക്കെ. അതുകൊണ്ട് ഇവിടെയൊക്കെ എല്ലാത്തിനും അഴിച്ചു വിട്ടേക്ക്. വെള്ളത്തിനൊക്കെ പിടിച്ചുകൊണ്ട് പോകാമായിരുന്നു. എന്നിട്ട് വേണം ആൾക്കാർ പിടിച്ചിട്ട് ഇരിക്കുകയാണ്. അവിടെ ഒരു ഒട്ടകം നിൽക്കുന്ന കണ്ടോ. ഒട്ടകം നിന്ന് പുല്ല് തിന്നുകയാണ് ഗൈസ്, പുല്ല് തിന്നുകയാണ്. ഇത് മരുഭൂമിയൊന്നും അല്ല. ഇത് ഒട്ടകത്തിനെ കണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഓർക്കും, ഇത് മരുഭൂമിയാണ്. ഇത് മരുഭൂമിയൊന്നും അല്ല, ഇത് ഗ്രാമപ്രദേശമാണ്. തനി ഗ്രാമപ്രദേശം. വേണ്ട, അതൊരു പ്രതിമയാണ് ഗൈസ്, ഇതൊരു പ്രതിമയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താണ്ട ഇടത്തോട്ട് താണ്ട ഇപ്പോൾ റോഡൊക്കെ മൺവഴിയൊക്കെ മതി. ഇത് പുല്ല് നിറഞ്ഞ വഴിയാണ്. ഇതിൽ നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയാലേ നമുക്ക് സൂയില എത്തിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അടുത്ത സൂയില ആളാണ് ഇവനെ. അവർ മേടിച്ചിരിക്കുന്നത് 5000 രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത്. 1-2 രൂപയ്ക്കൊന്നും അല്ല, 5000 രൂപയ്ക്കാണ് സൂകാർ മേടിച്ചിരിക്കുന്നത്. കാരണം ഇത് ചെറിയൊരു പാലമാണ് ഗീസ്. ആണോ? അല്ലല്ല, ചെറിയൊരു മൺവഴിയാണ്, മൺവഴി. ആഹാ, ഇവിടെയൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ നിൽപ്പുണ്ടല്ലോ സൈഡിലൊക്കെ. അതുകൊണ്ട് ഇവിടെയൊക്കെ നിന്ന് പുല്ല് തിന്നുകയാണ്. ഒട്ടകമൊക്കെ ഉണ്ടല്ലോ അവിടെ. ഇവിടെ നമുക്ക് ഇടത്തോട്ടാണ് ഗേസ് പോകേണ്ടത്. ഇടത്തോട്ട്. ഖമാൻ പോട്ടെ വിട്ടോട്ടെ. വേണ്ട, അത് പശുവാണ് ഗേസ്, പശു. കാരണം ഇവിടെ ഒരു പോത്ത് നിൽക്കുന്നുണ്ട്, ഇടത്തെ സൈഡിൽ പോത്ത്. ഇതാണ് ഞാൻ പറഞ്ഞ സർക്കസാണ്. ഇവിടേക്കാണ് ഈ സാധനങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എന്തോ കിടക്കുന്നത് നോക്കിയ ഒരു മുതലയാണിത്. പക്ഷെ ജീവനില്ല. അളിയന് ജീവനുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ നമ്മളെ അപ്പറെ പിടിച്ച് തിന്നേനെ ഗേസ്, തിന്നേനെ. ആണ്ടാ നമ്മളെ മുന്നിൽ ഒരാൾ കിടന്ന് ചാടുന്ന കണ്ടോ? ആരാണ്? വലിയൊരു മനുഷ്യക്കാരനാണ്. കണ്ട കൂട്ടിൽ ആനയൊക്കെ കിടക്കുന്നുണ്ട്. ആന. പിന്നെ മറ്റേ കറങ്ങുന്ന സാധനങ്ങൾ. ഇതൊന്നും സർക്കസാണ് കൂട്ടുകാരെ, സർക്കസ്. അപ്പം ഇവനെ കൊണ്ടുവന്ന് ഇവനെ എല്ലാം പ്രാക്ടീസ് ചെയ്തൊക്കെ എടുക്കണം സുഹൃത്തുക്കളെ. അപ്പം നമ്മുടെ ഇവിടെ ഡെലിവറി ചെയ്യുവാണെങ്കിൽ ഓക്കെ.